സംസ്ഥാനത്തെ തടവുകാരുടെ വേതനം വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ ഉത്തരവിന് പിന്നാലെ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ സജീവമാവുകയാണ്. തടവുകാർക്കുള്ള പ്രോത്സാഹനം ഇത്തിരി കൂടിപ്പോയി എന്നാണ് വിമർശകരുടെ പരിഹാസം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ആശാ വർക്കർമാർക്കുമൊന്നും ക്രിമിനലുകൾക്ക് നൽകുന്ന പരിഗണന പോലും സർക്കാർ നൽകുന്നില്ല എന്നും അവർ പറയുന്നു. എന്നാൽ വേതന വർധനവ് അന്തേവാസികളുടെ അന്തസ്സും പുനരധിവാസവും ഉറപ്പാക്കുന്നതിനുള്ള ഇടപെടലാണ് എന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. തടവുകാരുടെ വേതന തീരുമാനത്തിൽ സർക്കാരിന് തെറ്റിയോ? വിമർശനങ്ങളിൽ കഴമ്പുണ്ടോ? ആദ്യം കാണാം RDX റാപ്പ്. 2026 ജനുവരി 9 സർക്കാർ ഉത്തരവ് പ്രകാരം ജയിൽ അന്തേവാസികളുടെ പുനരധിവാസവും അന്തസ്സും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ വേതന വർധന. 2016 മോഡൽ പ്രസന്റ് മാനുവൽ പ്രകാരം ഓരോ 3 വർഷം കൂടുമ്പോഴും വേതനം പരിഷ്കരിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. എന്നാൽ 2018 ശേഷം ഇപ്പോഴാണ് തടവുകാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നത്. വേതന വർധനയ്ക്കെതിരെ വിമർശനങ്ങളും ഉയരുകയാണ്. തടവുകാർക്ക് ന്യായമായ വേതനം നൽകണമെന്നത് ഭരണഘടനാപരമായ തത്വമാണെന്ന സുപ്രീംകോടതി വിധിയാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. മാനുഷികമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വേതനം നിർണ്ണയിക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവ് പരിഗണിച്ചാണ് തീരുമാനമെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. തടവുകാരുടെ വേതനത്തിൽ നിന്ന് ഇരകൾക്കുള്ള നഷ്ടപരിഹാര നിധിയിലേക്ക് നൽകുന്ന സംഭാവന കർശനമായി ഉറപ്പാക്കാനാണ് സർക്കാർ തീരുമാനം. തടവുകാരുടെ വരുമാന വിഹിതവും മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറിപ്പോകാതെ സൂക്ഷിക്കണമെന്ന് 2024 നവംബർ 6 സർക്കാർ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ തടവുകാരുടെ കുറഞ്ഞ വരുമാനം ഇത് നടപ്പാക്കുന്നതിന് തടസ്സമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വേതന വർധന. RDX റാപ്പ് ന്യൂസ് മലയാളം. വിശദാംശങ്ങൾ പരിശോധിക്കാം. എന്തായിരുന്നു ഈ ശുപാർശ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ജയിൽ വകുപ്പ് ശുപാർശ ചെയ്തത് തടവുകാരുടെ ദിവസവേതനം 230 രൂപയിൽ നിന്ന് 350 രൂപയാക്കാനാണ് എന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ശുപാർശ തിരുത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുക വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ചു. എത്രയായിട്ടാണ് വർദ്ധിച്ചതെന്ന് വെച്ചാൽ വർധന സ്കിൽഡ് ജോലിയിൽ 620 രൂപ, സെമി സ്കിൽഡ് അൺസ്കിൽഡ് വിഭാഗത്തിൽ 560, 530 എന്നിങ്ങനെ ആണ് വർദ്ധിപ്പിക്കാൻ വർദ്ധിപ്പിച്ചത്. പരിഷ്കരണത്തിന് മുമ്പ് സെൻട്രൽ ജയിൽ തടവുകാരുടെ ദിവസവേതനം 63 മുതൽ 168 രൂപ വരെയായിരുന്നു എന്ന് ഓർക്കണം. ഒരുപാട് വർദ്ധിപ്പിച്ചു. തുറന്ന ജയിലുകളിലെ തടവുകാർക്ക് മുമ്പ് പ്രതിദിനം 230 രൂപ വരെ ആയിരുന്നു വേതനം ഉണ്ടായിരുന്നത് തുറന്ന ജയിലിലേതിന്. 2018 ശേഷം ഇപ്പോഴാണ് സംസ്ഥാനത്ത് തടവുകാരുടെ വേതനം ഉയർത്തുന്നത്. 2018 ശേഷം, ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഉയർത്തുന്നത്. വിമർശകർ പറയുന്നത് മറ്റ് മേഖലകളിലെ മിനിമം വേതന നിരക്ക് പോലും സർക്കാർ കണക്കിലെടുത്തില്ല എന്ന വിമർശനമാണ് പ്രധാനമായിട്ടുള്ളത്. തൊഴിലുറപ്പ്, ആശാ വർക്കർമാർ തുടങ്ങി മറ്റ് തൊഴിലാളികളുടെ ദിവസവേതനം ഇതിലും കുറവാണ് എന്നത് അവർ ചൂണ്ടിക്കാട്ടുന്നു. ഭക്ഷണവും ചികിത്സയും സൗജന്യമായിരിക്കെ ഇത്ര വലിയ തുക നൽകുന്നത് ശരിയല്ല എന്നൊരു വാദം അവർക്കുണ്ട്. പാർട്ടി തടവുകാരെയും കുടുംബങ്ങളെയും സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമെന്നും ചിലർ കടത്തി വിമർശിക്കുന്നുണ്ട്. ഖജനാവിൽ നിന്നല്ല, ജയിൽ ഉൽപ്പന്ന സേവന വരുമാനത്തിൽ നിന്നാണ് തടവുകാരുടെ വേതനം കൊടുക്കുന്നത്, സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നല്ല. തടവുകാർക്ക് നൽകുന്ന വേതനം പൂർണ്ണമായും അവർക്ക് അവകാശപ്പെട്ടതുമല്ല. എന്ന് വെച്ചാൽ അവർക്ക് നേരിട്ടല്ല കിട്ടുന്നത്. വേതനത്തിൻ്റെ നിശ്ചിത ശതമാനം വിവിധ തലത്തിൽ വീതം വെക്കപ്പെടും. അതാണ് ഈ പറയുന്ന പൈസ പലതായിട്ട് വീതം വെക്കപ്പെടും. വേതനത്തിൻ്റെ 30% ഇരകളുടെ നഷ്ടപരിഹാര പദ്ധതിക്കായിട്ട് മാറ്റിവെക്കും. അതായത് ഇരകൾ അവരുടെ വീടുകളിലേക്ക് പോകും. തടവുകാരുടെ കുടുംബത്തിനും നൽകും. ജയിൽ ചെലവ്, സമ്പാദ്യം എന്നിവയ്ക്കായിട്ട് മാറ്റും. എന്ന് വെച്ചാൽ ഈ തടവുകാരുടെ തന്നെ വീട്ടുകാരേക്കും ഒരു ശതമാനം പോകും. ക്യാൻറ്റീന്, ടെലിഫോൺ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഈ വേതനം ഉപയോഗിക്കും എന്നതാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് വിമർശനത്തിൽ കഴമ്പുണ്ടോ എന്ന് ആ കാര്യങ്ങൾ കൂടെ വെച്ച് വേണം ആലോചിച്ച് നോക്കാൻ. വേതനത്തിൻ്റെ 30% നീക്കിവെക്കുന്ന വിക്ടിം കോമ്പൻസേഷൻ ഫണ്ട് ഉത്തരവ് വന്നത് 2024 നവംബറിലാണ്. വേതനം കുറവായതിനാൽ പ്രായോഗിക തലത്തിൽ നടപ്പായില്ല. വേതന വർധനയോടെ ഇത് കർശനമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ എന്നതാണ് നമ്മളിപ്പോൾ അറിയുന്നത്. വിക്ടിം നഷ്ടപരിഹാര ഫണ്ട് കർശനമാക്കും എന്തായാലും. ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇന്നലെ യഥാർത്ഥത്തിൽ ഒരു ചർച്ചയിൽ അലക്സാണ്ടർ ജേക്കബ് വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ വളരെ വ്യക്തതയോട് കൂടിയിട്ട് വിശദീകരിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ട് തുടർ ചോദ്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പോലും തുടർ ചോദ്യങ്ങളുടെ മൊനയൊടിഞ്ഞു പോയി ഇദ്ദേഹം ഈ പറഞ്ഞപ്പോൾ, ഇതിനെ എതിർക്കുന്ന ആളുകളുടേത്. കർഷകൻ എന്താ തോന്നുന്നത്? അല്ല, തീർച്ചയായും. ഒന്ന്, ഈ വാർത്ത വന്ന സമയം മുതൽ എല്ലാ വാർത്തകളിലും ഇതിൻ്റെ പൂർണ്ണ രൂപമല്ല വാർത്തയാവുന്നത് എന്നുള്ള പ്രശ്നമുണ്ട്. അതായത് വേതനം വർദ്ധിപ്പിച്ചു, അതെപ്പോഴും സ്വാഭാവികമായിട്ടും വേതനം വർദ്ധിപ്പിച്ചാൽ വേതനം വർദ്ധിപ്പിച്ചു എന്ന വാർത്ത വരും. ആ തലക്കെട്ടിനെ പിടിച്ചുള്ള ചർച്ചകളാണ് പിന്നീട് ഉണ്ടായത്. ഇതിന് പശ്ചാത്തലം ഒരുങ്ങിയിട്ടുള്ളത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചയില്ല. ഇപ്പോൾ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. അതുമാത്രമല്ല, വിവിധ സമിതികൾ ഇത് സംബന്ധിച്ച് പല നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ രാജ്യത്ത് എമ്പാടും ഈ മട്ടിൽ ഇത് നടപ്പാക്കണം എന്നും ഏകീകരിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. തടവുകാരുടെ വേതനം, ഇങ്ങനെ പലതരത്തിലുള്ള നിർദ്ദേശങ്ങളും ചർച്ചകളും എല്ലാം വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വേതനം വർദ്ധിപ്പിച്ച വേറെ സംസ്ഥാനങ്ങളുണ്ട്. നമ്മളിവിടെ കേരളത്തിൽ വേതനം വർദ്ധിക്കുന്നതിൻ്റെ തലേദിവസം ഏത് സംസ്ഥാനത്തായിരുന്നു ഏറ്റവും കൂടുതൽ വേതനം? അത് കർണാടകത്തിലായിരുന്നു.
അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എവിടെയാണ് ഈ വേതനം? ഇപ്പോൾ കേരളത്തിലെയും അൺസ്കിൽഡ് ലേബേഴ്സിൻ്റെ അൺസ്കിൽഡ് ആയിട്ടുള്ളവരുടെ വേതനം കേരളവും കർണാടകവും ഒരുമിച്ച് ഒരേ വേദനയാണ്. ഇപ്പോൾ വർദ്ധിപ്പിച്ചപ്പോഴാണ് നമ്മൾ അവർക്കൊപ്പം എത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന നിലയിൽ ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സനീഷ്, നമ്മളിപ്പോഴും പറയുന്നത് എപ്പോഴും കേരളത്തേക്കാൾ മുമ്പിൽ ആ കാര്യം കർണാടക ചെയ്തിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണല്ലോ ആ രീതിയിൽ അവിടെ അത് നേരത്തെ നടപ്പായിട്ടുള്ളത്. ഇപ്പോൾ കേരളം എന്താണ് എപ്പോഴും പറയുന്നത്? നമ്മൾ വ്യത്യസ്തരാണ്, നമ്മൾ കുറേ കൂടി മാനുഷികമായ പരിഗണനകൾ നൽകുന്നവരാണ്, നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞില്ലാത്ത കണക്ക് മുഴുവൻ പറയും. അപ്പോൾ അത് പറയാൻ ആഗ്രഹമുള്ളവർ ആവശ്യമില്ലാതെ ഈ കാര്യത്തിൽ തർക്കം കൊണ്ടുവരാതിരിക്കുകയാണ് നല്ലത്. കാരണം എന്താ, നമ്മളിപ്പോൾ ഈ നോർഡിക് രാജ്യങ്ങളുടെയോ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളുടെയോ ഒക്കെ ഒരു രീതി കണക്കിലെടുത്താൽ, നോർവേയോ അല്ലെങ്കിൽ ജർമ്മനിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈ മനുഷ്യനായി തന്നെയാണ് അവനെ പരിഗണിക്കുന്നത്. ഒരു തടവുകാരനെ മനുഷ്യനായി തന്നെയാണ് പരിഗണിക്കുന്നത്. മനുഷ്യനായി വീണ്ടും സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഉത്തമ മനുഷ്യനായി പെരുമാറേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കുക അവിടെ ചെയ്യുന്നത്. അല്ലാതെ കൂടുതൽ ക്രിമിനലാക്കുകയല്ല ചെയ്യുന്നത്. ആ ജയിലിൽ കിടന്നാൽ പിന്നെ അവന് ആജീവനാന്തം ഒരു ക്രിമിനലായി തന്നെ ജീവിക്കണമെന്നുള്ള തീരുമാനമുള്ള പോലെയാണ് പലപ്പോഴും ജയിലുകളിലെ കാര്യങ്ങൾ സംഭവിക്കാറുള്ളത്. ഇവിടെ ഇപ്പോൾ അത് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ വന്ന് ഏതാണ്ട് 11,000 ചെല്ലുവാനും തടവുകാർക്കെല്ലാം ഈ ശമ്പളം വർദ്ധിപ്പിച്ച് കൊടുക്കുകയാണെന്ന്. അങ്ങനെയല്ല, 3,000 മുകളിൽ 3,300 മറ്റോ 3,300 3,200 അത്രയും തടവുകാർക്കാണ് ഈ തരത്തിൽ വേതനം ലഭ്യമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അത് തന്നെ എങ്ങനെയാണ്? 3 ലെയറായിട്ടാണ്. അത് 3 ലെയറായിട്ടാണ്. ഇത് 3 ലെയറായിട്ടാണ്. മാത്രമല്ല, ഈ വേതനം ലഭ്യമാകുമ്പോൾ എങ്ങനെയാണ്? അതിൽ എന്താണ് 30% ഇതിൻ്റെ എന്താണ് ഈ വിക്ടിം കോമ്പൻസേഷനിലേക്ക് 30% പോവും. 50% വീട്ടുകാർക്ക് കൊടുക്കേണ്ടി വരും. ബാക്കിയുള്ള 20% ഇയാൾക്ക് കിട്ടുക. അപ്പം ആ 20% എന്താണ്? അയാളുടെ ആവശ്യങ്ങൾ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അതിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഈ ക്ഷേമനിധിയിലേക്ക് ഇത്തരം പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മറ്റ് തൊഴിൽ മേഖലയിലെ വേതനവുമായി താരതമ്യം ചെയ്യേണ്ട ഒരു സംഗതി അല്ല. ആ നിലയ്ക്കല്ല അതിൻ്റെ പണം പോകുന്നത്. മാത്രമല്ല, ഒരു വ്യക്തി ജയിലിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടുംബം ആകെപ്പാടെ ചിതറും. ഒരു വ്യക്തി ഒരു കുടുംബത്തിലെ ആരുമായിക്കോട്ടെ, ആ കുടുംബത്തിൻ്റെ ബ്രെഡ് വിന്നർ ആവണമെന്നൊന്നുമില്ല. പക്ഷേ അയാൾ ജയിലിലാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുടുംബത്തിൻ്റെ അവസ്ഥ പരിതാപകരമാവും. ആ സാഹചര്യത്തിൽ നിന്ന് ആ കുടുംബത്തെയും കൂടുതൽ കുഴപ്പത്തിലേക്ക് തള്ളിയിടാതെ, അവിടെ കൂടുതൽ ക്രിമിനലുകളെ സൃഷ്ടിക്കാതെ പിടിച്ചു നിർത്തുക എന്നുള്ളതല്ലേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടമോ അല്ലെങ്കിൽ ഒരു സമൂഹമോ ചെയ്യേണ്ടത്. ആ കാര്യങ്ങളെ അവിടെ നടപ്പായിട്ടുള്ളൂ. അതിലിപ്പോൾ ഇങ്ങനെ കുരുപൊട്ടേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഹർഷൻ അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ് എല്ലാം പറഞ്ഞല്ലോ. ഇതിനകത്ത് കർണാടക മാത്രമല്ല, ജാർഖണ്ഡ്, തമിഴ്നാട്, ന്യൂഡൽഹി, ഈ പറഞ്ഞ ഡൽഹി, ഇതെല്ലാം താരതമ്യം ചെയ്യുമ്പോൾ ഇന്നലെ വരെ ഇത് വർദ്ധിപ്പിക്കുന്നത് വരെ താഴെയായിരുന്നു, വളരെ താഴെയായിരുന്നു വില. ഇപ്പോൾ ഹർഷം പറഞ്ഞല്ലോ, ഇപ്പോൾ 100 രൂപയാണ് ഒരു തടവുകാരന് കിട്ടുന്നതെങ്കിൽ 30% അപ്പം തന്നെ 30 രൂപ കോമ്പൻസേഷൻ ഫണ്ടിലേക്ക് പോയി കഴിഞ്ഞു. കോമ്പൻസേഷൻ ഫണ്ട് എന്താണ്? ഒരാളെ കൊന്നിട്ടാണ് ജയിലിൽ കിടക്കുന്നതെങ്കിൽ കൊല ചെയ്യപ്പെട്ട ഇരയുടെ നഷ്ടപരിഹാര തുകയിലേക്ക് 30% അപ്പം തന്നെ പോയി. എന്നുവെച്ചാൽ അയാളവിടെ ഈ ജോലി ചെയ്ത് ചെയ്യുന്നതിൻ്റെ പൈസ 100 രൂപയിൽ 30 അങ്ങോട്ട് പോയി. 50% മറ്റോ ആണെന്ന് തോന്നുന്നു ഈ പറയുന്ന ഇവർക്ക് പോകും, വീട്ടിലേക്ക് പോകും. എന്നുവെച്ചാൽ ഇദ്ദേഹം ഈ കൊലപാതകം നടത്തിയതുകൊണ്ട് കൊല ചെയ്യപ്പെട്ട ആൾ മാത്രമല്ലോ, അദ്ദേഹത്തിൻ്റെ കുടുംബം മാത്രമല്ല ബുദ്ധിമുട്ടിലാകുന്നത്, കൊല നടത്തിയ ഈ കൊലപാതകിയുടെ വീടും ബുദ്ധിമുട്ടിലാവുകയാണ്. അപ്പോൾ അത് നന്ന മനോഹരമായിട്ട് അലക്സാണ്ടർ ചാക്കോ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് പണം പോവുകയാണ്. പിന്നെ ഈ പറഞ്ഞ 20 രൂപ 20% ഉള്ളതെന്ന് കരുതുക. ആ 20% എന്തൊക്കെ ചെയ്യണം ഹർഷ? അവിടെ ഈ പറയുന്ന അദ്ദേഹം പറയുന്നുണ്ട്, ടൂത്ത് ബ്രഷ്, പേസ്റ്റ്, ഇദ്ദേഹത്തിൻ്റെ അവിടെ ജീവിക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ മിനിമം തോർത്തൊക്കെ വാങ്ങാനുള്ള പൈസ വേണ്ടേ? ആ പൈസക്ക് ഉപയോഗിക്കാനുള്ള മാത്രമേ തികയൂ. പിന്നെ ഈ ഒരുപാട് കാശ് കിട്ടിയിട്ട് ഇവർക്കൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ ജയിലിനകത്ത് ലുലുവാണെന്നില്ല, പോയി സിനിമ ആണെന്ന് വിചാരിക്കും, ഒന്നുമില്ല. ഈ പറയുന്ന അവിടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അധ്വാനിക്കുന്നു. ഇത് പിന്നെ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞപ്പോഴാണ് അതിനകത്തൊരു വ്യക്തത വന്നത്. ഇത് സർക്കാരിൻ്റെ ഖജനാവെന്ന് എടുത്തിട്ട് ശമ്പളം കൂട്ടിയിട്ട്, ഇതിപ്പോൾ ഈ ആളുകളെല്ലാം കൂടെ പരിഹസിക്കുന്ന കണ്ടാൽ MLA-മാരുടെയൊക്കെ ശമ്പളം കൂട്ടി, അതുകൊണ്ട് സർക്കാരിൻ്റെ പണം എടുത്തിട്ട് ഇവർക്ക് കൊടുക്കുകയാണ്, ധൂർത്തടിക്കുകയാണ്. അങ്ങനെയല്ല അദ്ദേഹം പറയുമ്പോഴാണ് വ്യക്തത വരുന്നത്. അതായത് അവിടെ ജയിലിനകത്ത് ഇവരെല്ലാവരും കൂടെ മനുഷ്യാധ്വാനം നടത്തുന്ന ജയിൽ എന്നൊരു സംവിധാനം വർക്ക് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന പണം, അദ്ദേഹം ഒരു കണക്ക് പറയേണ്ടത് എത്രയോ ലക്ഷങ്ങൾ, 6 ലക്ഷം രൂപയോ മറ്റാണെന്ന് ഒരു ദിവസം സർക്കാരിൻ്റെ ഖജനാവിലേക്ക്, ട്രഷറിയിലേക്ക് അടക്കേണ്ടതെന്ന്. ആ പണമാണ് തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നത്. അല്ലാതെ
ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് സർക്കാരിൻ്റെ ഖജനാവെന്ന് കൊടുക്കുകയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്, എനിക്കറിയില്ല, അദ്ദേഹത്തിനാണല്ലോ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുക. വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറയേണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണുക. ഹർഷൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നോർഡിക് രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഓറഞ്ച് ഈസ് ദ ന്യൂ ബ്ലാക്ക് എന്തോ ഒരു സീരീസില്ലേ വലിയ ഹിറ്റായിട്ടുള്ള, ആ സീരീസിലൊക്കെ ജയിലാണ് മൊത്തം. ജയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ 5 സ്റ്റാർ ഹോട്ടൽ പോലെയുണ്ട്. ഇപ്പോൾ അതുപോലെ ചെയ്യണമെന്നല്ല ഞാനീ പറഞ്ഞിട്ട് കേരളത്തിലെ ജയിലുകൾ 5 സ്റ്റാർ ഹോട്ടൽ പോലെ ആക്കണമെന്നല്ല, പക്ഷേ ആളുകളുടെ ഉള്ളിൽ ഇതെല്ലാം പ്രാകൃതമായ കാലത്ത് ഉള്ള സംവിധാനങ്ങളായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കർണാടകയും ജാർഖണ്ഡും തമിഴ്നാടും ഡൽഹിയും ഒക്കെ എന്താ മോശം സർക്കാർ അല്ലെങ്കിൽ മോശം സംസ്ഥാനങ്ങളായിട്ടാണോ? അവർ പിന്നെ ഇവരെ അങ്ങ് പണം കൊടുത്തിട്ട് വല്ലാതെ രക്ഷപ്പെടുത്തി കളയാന്ന് വിചാരിച്ചിട്ടാണോ ചെയ്യുന്നത്? അല്ല. സുപ്രീം കോടതിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്, തടവുകാരുടെ അന്തസ്സ് ഇന്ന നിലത്ത് പരിഗണിക്കണം എന്ന്. അതുപോലെ ഹൈക്കോടതിയുടെ ഇത്തരം കാര്യങ്ങളിലെ പരാമർശങ്ങളുമുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഈ പത്രങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മനോരമ ഫ്രണ്ട് പേജിൽ വെച്ചു, ആശാ വർക്കർമാർക്ക് പിന്നെ ഇത്രയേ ഉള്ളൂ, പക്ഷേ തടവുകാർക്ക് ഇത്രയുണ്ട്, ഭേദം ജയിൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആശാ വർക്കർമാരാകുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ പോയി കിടക്കുന്നതാണെന്ന് മലയാള മനോരമ പോലത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പത്രം ഫ്രണ്ടിൽ വലിയ ടൈറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് വളരെ കഷ്ടമായിട്ട് എനിക്ക് തോന്നി. കാരണം അങ്ങനെ ചെയ്യരുതല്ലോ. കാരണം നമ്മളീ പറയുന്ന ഇപ്പം അലക്സാണ്ടർ ജേക്കബിനും അന്ന് വന്നിട്ട് ഓർമ്മയിൽ നിന്നെടുത്ത് പറയാൻ പറ്റുന്ന വിധം ഇത് വളരെ സുതാര്യമായ ഒരു സംഗതിയാണെങ്കിൽ നമ്മൾ വലിയ മാധ്യമങ്ങളൊക്കെ ഇതിൻ്റെ വസ്തുത അങ്ങോട്ട് പറയാൻ വേണ്ട, വസ്തുത പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ആളുകൾ വെറുതെ ചൂടാക്കാൻ വേണ്ടി ആശാ വർക്കർമാർ എന്ന് വെച്ചൊരു പദ്ധതിയാണ്, അതൊരു തൊഴിൽ എന്നതിലൊക്കെ പരിഗണിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ. അപ്പോൾ തൊഴിലാളി അപ്പോൾ ആ ചേർത്ത് നിൽപ്പ് തന്നെയും എന്തൊരു അബദ്ധമാണെന്ന് ആലോചിച്ചു. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. ആരോട്? അല്ല, നമ്മൾ തന്നെ ചോദിക്കണം. നമ്മൾ തന്നെ ചോദിച്ചാൽ മതി. ആധുനിക സമൂഹം ജയിലുകളെ കണക്കാക്കുന്നത് കറക്ഷണൽ ഹോമുകളായാണ്. തെറ്റ് ചെയ്ത വ്യക്തികളെ ജയിൽ ജീവിതം തിരുത്തിയെടുക്കുമെന്നാണ് നമ്മുടെ സങ്കല്പം. അവരെ വീണ്ടും ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഉതകും വിധം പാകമാക്കിയെടുക്കുന്നത് ആ കാലയളവാണ്. കുറ്റവാളികളെ എന്നേക്കുമായി സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. തിരിച്ചറിവോടെ അവരെത്തുമ്പോൾ അന്തസ്സോടെ ജീവിക്കാൻ ഇടം നൽകുക എന്നതല്ലേ സഹജീവികൾ എന്ന നിലയിൽ അവരോട് ചെയ്യേണ്ടത്. ചെയ്യുന്ന തൊഴിലിന് അവർക്ക് വേതനം കൊടുക്കുന്നത് ആ അർത്ഥത്തിൽ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. തടവുകാർക്ക് നൽകുന്ന വേതനം അത്രയും അവരുടെ സമ്പാദ്യമായി മാറില്ല എന്ന യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾക്ക് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങൾ കൂടിയുണ്ടെന്ന് കരുതാതെ വയ്യ.